പ്രതീഷാണ് കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിൽ മാർച്ച് 20th തേഴ്സ്ഡേ മോർണിംഗിൽ. അതായത് നമ്മൾ പോവാണെങ്കിൽ അഞ്ചരക്കണ്ടി സൈഡിലേക്ക് പോകണം. അഞ്ചരക്കണ്ടി ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ ടൗൺ, അവിടെ നമ്മൾ റൈറ്റ് എടുക്കണം. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഏച്ചൂർ വഴി അങ്ങനെ പോകുമ്പോൾ തലശ്ശേരി റോഡിലേക്ക് നമ്മൾ കയറാണ്. അവിടെ നിന്ന് അങ്ങനെ പോയി ചെറുതായിട്ടൊന്ന് കയറി അങ്ങ് എത്തുമ്പോൾ അവിടെ വണ്ണാൻമെട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, ആരാധ്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷെ ആരാധ്യ ഓൾറെഡി ഒരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ ആണ്. എന്ത് കാര്യത്തിനാണ് ചാമ്പ്യൻ ആയെന്ന് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇന്ന് തിരിച്ചു ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കുറെ ആൾക്കാർ. കാരണം ആരാധ്യ സ്റ്റേറ്റ് ലെവലിൽ കോട്ടയത്ത് റീസെന്റ് കഴിഞ്ഞ അണ്ടർ-7 ഏജ് കാറ്റഗറിയിലെ ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിന്നറാണ് 5 വയസ്സുള്ള ആരാധ്യ. അപ്പൊ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് പരിചയപ്പെടേണ്ട ഒരാളാണല്ലോ, ഒരു കൊച്ചു സൂപ്പർ സ്റ്റാർ ആണല്ലോ. സോ ആരാധ്യയുടെ വീട്ടിലേക്കാണ് നമ്മൾ ഇനി മെല്ലെ മെല്ലെ പോകാൻ പോണത്. 2 പാട്ടുകളിലൂടെ ഒരു അഞ്ചരക്കണ്ടി സൈഡിലേക്ക് പോവാണ്. അവിടുന്ന് ഒരു ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ക്യൂട്ട് സ്റ്റോറി, ഒരു ക്യൂട്ട് സക്സസ് സ്റ്റോറി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതായത് ആ ഏരിയയിലുള്ള KG സ്റ്റുഡന്റ് ആയിട്ടുള്ള ആരാധ്യ, 5 വയസ്സ് മാത്രമാണ് ആരാധ്യയുടെ പ്രായം. ആരാധ്യ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ലെവൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-7 കാറ്റഗറിയിലെ വിന്നറാണ്. സോ ആരാധ്യയുടെ വീട്ടിലേക്ക്, ആരാധ്യയുടെ വിശേഷങ്ങളിലേക്കാണ് റൈറ്റ് നൗ നമ്മൾ പോകാൻ പോണത്. ആദ്യം നമ്മളോട് എത്തുകയാണ് ആരാധ്യയുടെ ഫാദർ രജനീഷ്. വണ്ണാന്റെ മെട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ആരാധ്യ ഇപ്പൊ ഇവിടെ പഠിക്കുന്നത്? മോന് ഓൺലൈൻ സ്കൂളാണ് പഠിക്കുന്നത്. ശരിക്കും ബാംഗ്ലൂർ ബേസ്ഡ് സ്കൂളാണ്. ഇപ്പൊ KG2 UKG അണ്ടർ-7 സ്റ്റേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിന്നറാണ് ആരാധ്യ രജനീഷ്. ടെക്നിക്കൽ കമ്മിറ്റി നടത്തിയ ടൂർണമെന്റിലാണ് വിന്നായത്. ഇത് ഫസ്റ്റ് ആണോ സ്റ്റേറ്റിൽ മത്സരിക്കാൻ ആരാധ്യ പോകുന്നുണ്ടായിരുന്നത്? അതെ, ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ആരാണ് ആരാധ്യയുടെ ആശാൻ? ആരാണ് ചെസ്സിൽ? അച്ഛനാണോ? ഞാനും മോനും കളിക്കലുണ്ട്. അങ്ങനെ കണ്ടിട്ടാണ് മോള് പഠിച്ചത്. വീണ്ടും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അടുത്തുണ്ടോ സംസാരിക്കാൻ? ആരാധ്യക്ക് കൊടുക്കുന്നു. ആരാധ്യ ഇവിടെ ഉണ്ട്. ഹലോ ആരാധ്യ, ഗുഡ് മോർണിംഗ്. ചാമ്പ്യനൊക്കെ ആയി വന്നു അല്ലേ, കോട്ടയത്ത് പോയിട്ടല്ലേ? എനിക്കൊരു ആഗ്രഹമുണ്ട് ആരാധ്യയിലൂടെ ചെസ് കളിക്കണം, ആരാധ്യ തോപ്പിക്കണം. പറ്റുമോ? എന്റെ അടുക്ക തോൽക്കുവോ അല്ലെങ്കിൽ ജയിക്കുവോ നമ്മള് കളിച്ചാല്? പിന്നല്ല, അതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ വീട്ടിൽ നിന്ന് ആരുടെ കൂടെയാണ് ചെസ് കളിക്കുക? അച്ഛനാണോ ചേട്ടനാണോ കൂടെ കമ്പനി? ഈ ചെസ് ജയിച്ച് ചാമ്പ്യനായി വന്നപ്പോ ആരാധ്യക്ക് അച്ഛൻ എന്തെങ്കിലും, അമ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചു തന്നാ? അടിപൊളി. അപ്പൊ പഠിക്കാനോ ഇഷ്ടം ചെസ് കളിക്കാൻ ആരാധ്യക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? സത്യം പറ. ആരാധ്യ ഈസ് ഓൾവേസ് വേറെ ലെവൽ. അപ്പൊ കുറച്ച് നേരം കൂടെ നമ്മൾ ആരാധ്യയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളിലൂടെ, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളിലൂടെ നമുക്ക് കേൾക്കാനുണ്ട് കുറച്ച് പാട്ടുകളൂടെ കഴിഞ്ഞിട്ട്. അപ്പൊ നെക്സ്റ്റ് വരാൻ പോണത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു 5ാമത്തെ വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിയേ. പ്രതീഷാണ് കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിൽ ഈ മാർച്ച് 20th തേഴ്സ്ഡേ മോർണിംഗിൽ. ചിലപ്പോൾ KG ക്ലാസ് അല്ലെങ്കിൽ അംഗനവാടിയിലൊക്കെ പഠിക്കുന്നുണ്ടാവില്ല ആ ഒരു സമയത്ത്. പക്ഷെ അവിടേക്ക് പോകാനുള്ള മടി കാരണം കരഞ്ഞ് കുഴപ്പമുണ്ടാക്കിയിരുന്ന നമ്മളെയും ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ കണ്ണൂർ അഞ്ചരക്കണ്ടി ഏരിയയിൽ കൃത്യമായിട്ട് പറഞ്ഞ അവിടെയുള്ള വണ്ണാന്റെ മെട്ട എന്നുള്ള സ്ഥലത്ത് 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആരാധ്യയുണ്ട്, KG സ്റ്റുഡന്റ്. ആരാധ്യ ആരാന്നറിയോ? സ്റ്റേറ്റ് ലെവലിൽ അണ്ടർ-7 കാറ്റഗറിയിൽ നടന്ന ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിന്നറാണ് ആരാധ്യ എന്ന് പറയുമ്പം വാവ്, ആ ഒരു ഫീലല്ലേ വരിക? ചെസ് ചാമ്പ്യൻ, അടിപൊളി. സ്റ്റേറ്റ് ചാമ്പ്യൻ അല്ലേ? കൺഗ്രാറ്റ്സ് കേട്ടോ വൺസ് അഗൈൻ മോളു. പാട്ടൊക്കെ പാടുവോ? ഡാൻസ് ഒക്കെ ചെയ്യോ? എന്തല്ലേ വേറെ പരിപാടികള്? ഒരു 2 പരിപാടി കേക്കട്ടെ, അങ്കിള് കേക്കട്ടെ. അടിപൊളി സൂപ്പറായി. അമ്മക്ക് കൊടുക്കുന്നു ഫോണ്. ഹലോ, എന്റെ പേര് വീണ രജനീഷ്. ഫസ്റ്റില് മൂക്ക് ഇൻട്രസ്റ്റ് വരാൻ തന്നെ കാരണം അച്ഛനും മോനും കളിക്കുന്ന കണ്ടിട്ട് മൂവൊക്കെ അവൾ ഒറ്റക്കാണ് പഠിച്ചത്. അവൾ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് വന്നത്. മോന്റേത് പിന്നെ നമ്മളായിട്ട് ഓനെടുത്ത് ചെസ് പഠിക്കാനൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതാ. പക്ഷെ മോളത് അങ്ങനെയല്ല. മോള് അവര് പീസ് മൂവ്മെന്റ് ഒക്കെ മോളെന്നെ സ്വന്തം പഠിച്ച് പിന്നെ നമുക്ക് തോന്നി കുറച്ച് കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ജയിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു തോട്ട് കാരണമാണ് നമ്മൾ ഫസ്റ്റില് പയ്യന്നൂരത്തെ ചെസ് കുടുംബത്തിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചത്. ആദ്യം ടൂർണമെന്റിനൊക്കെ പോയാൽ 0 points ഒക്കെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ചെക്ക്മേറ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇവള് കുറെ ടാക്ടിക്സ് ഒക്കെ സ്വന്തമായി പഠിച്ച് അങ്ങനെയൊക്കെയാ ഇപ്പം ഈ എന്താ പറയണ്ട സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ ആയത്. ഒരു പ്രൗഡ് ഫീൽ അല്ലേ? കാരണം അല്ലേ നമ്മുടെ ലൈഫിലേക്ക് ഭയങ്കര പ്രൗഡ് തന്നെ. അടുത്ത നമ്മുടെ കണ്ണൂര് ഫിഡറേറ്റഡ് ടൂർണമെന്റ് നടക്കാൻ പോകുന്നുണ്ട് 30th. അപ്പൊ അതിലും പങ്കെടുക്കുന്നുണ്ട്. മോനും കൂടെ കളിക്കും. മോന്റെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടു, എന്താ പേര്? മോൻ ആദേശ് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രജ്ഞാനന്ദ, ഗുഗേഷ്, ആ ഒരു ലീഗിലേക്ക് വരാനുള്ള ഒരു ഭാഗ്യവും ചാൻസുകളൊക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു. നമ്മളെപ്പോഴും സീനിയേഴ്സിന്റെ ഒരു ആംഗിളിലാണ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളൊരു കോട്ട് പറയാറുള്ളതും ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് നമ്മൾ തന്നെ എടുക്കാറുള്ളതും. പക്ഷെ ഇത് നേരെ റിവേഴ്സ് ആണ്. ജസ്റ്റ് 5 വയസ്സ് മാത്രം പ്രായമുള്ള ആരാധ്യയാണ് ഇപ്പൊ നമ്മളോട് പറയുന്നത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, ഞാൻ വേറെ ലെവലാണെന്ന്. എന്തായാലും ചെസ്സിന്റെ ലോകത്ത് കൂടുതൽ നേട്ടങ്ങളിലേക്ക് ആരാധ്യക്ക് എത്താൻ പറ്റട്ടെ. നമ്മുടെ എൻ്റെ കണ്ണൂരിനും അതൊരു അഭിമാനമായിട്ട് മാറട്ടെ അല്ലേ? അപ്പൊ ആരാധ്യയുടെ കഥകളെല്ലാം കേട്ട് നമ്മൾ ഇനി ഒരു പാട്ടിലേക്കാണ് പോകാൻ പോണത്. അനുമാലി